ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഈ ഒരു ആപ്പിൽ നിന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എമൗണ്ട് വൈസ് നോക്കുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് അഫോർഡബിൾ ആണ്. അത്യാവശ്യം കുറച്ചധികം പ്രൊഡക്ട്സ് കിട്ടുകയും ചെയ്യും. അതായത് നമുക്കൊക്കെ അറിയാം, അത്യാവശ്യം ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്ട്സ് മേ ബി വാങ്ങിച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പരീക്ഷിച്ചൊക്കെ നോക്കും. പക്ഷേ മേ ബി ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് വേസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ബിഗ് പ്രൊഡക്റ്റ് വാങ്ങണം എന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാൻ പറ്റും. അതായത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബിഗ് പ്രൊഡക്റ്റ് വാങ്ങാം. അങ്ങനെയുള്ള ഒരു ആപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത്യാവശ്യം ഭയങ്കര ട്രെൻഡിങ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ സ്മിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്മിട്ടനിൽ നിന്ന് ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്നത് അത്യാവശ്യം ഓൾമോസ്റ്റ് 8ഓളം പ്രൊഡക്ട്സ് വരുന്നുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ഈ പ്രാവശ്യം 12 ട്രയൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് പിങ്ക് ഫ്രൈഡേ സെയിൽ എങ്ങാണ്ടും ആയിരുന്നു. പിങ്ക് ഫ്രൈഡേ അല്ല, സോറി, ബ്ലാക്ക് ഫ്രൈഡേ സെയിലായിരുന്നു കേട്ടോ. എനിക്ക് നൈക്കയുടെ ഓർമ്മയിലേക്ക് പോയതാണ്, അതാണ് മിസ്റ്റേക്ക് വന്നു പോയത്. അതായത് പിങ്ക് ഫ്രൈഡേ സെയിൽ, മൊത്തത്തിൽ തെറ്റിപ്പോവാണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറ്റി പോകുമായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ നിന്ന് ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അവരുടെ 9th ബർത്ത്ഡേ പ്രമാണിച്ച് അവരൊരു ഒരു ഗിഫ്റ്റ് കാർഡ് പോലത്തെ സംഭവമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, സെലിബ്രേറ്റിംഗ് അവർ 9th ബർത്ത്ഡേ വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ട്രൈ ഇറ്റ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കീ നോട്ട്സ് ഒക്കെ ഉള്ളൊരു കാർഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് എനിക്ക് തോന്നുന്നു ഇതേപോലെ 3 ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ് കേട്ടോ. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ടുള്ളത് 1 ആണ്. അപ്പോൾ 50 ആണ് SPF കണ്ടന്റ്. നോക്കുകയാണെങ്കിൽ 50+ഉം PAയുടെ കാര്യം 4+ ആണ് വരുന്നത് കേട്ടോ. UV ആൻഡ് UVB റേസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രൈറ്റനിങ് വരാൻ കാരണം മേ ബി ചിലപ്പോൾ നിയാസിനമൈഡ് ഇൻക്ലൂഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രാഗ്രൻസ് ഫ്രീ ആൻഡ് സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുമെന്ന്. ബിഗ് പാക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് എമൗണ്ട് ആവും. പക്ഷേ ഈ ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് എറൗണ്ട് ഒരു 255-ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാനും ഇതേപോലെ വീഡിയോ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, നമ്മുടെ പ്ലമ്മിൻ്റെ എൻക്യാപ്സുലേറ്റഡ് സാലിസിലിക് ആസിഡ് സിറമാണ്, ഫേസ് സിറമാണ് കേട്ടോ. അതായത് ആക്നീസ് അതോടൊപ്പം തന്നെ സെബം പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വിത്ത് പ്രിക്ലി പേൾ എക്സ്ട്രാക്റ്റ്, അതായത് പ്രിക്ലി പേൾ എക്സ്ട്രാക്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. മറ്റേ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഓപ്പൺ ചെയ്തില്ല അല്ലേ. ഓക്കെ, ഭയങ്കര ചെറുതാണ് കേട്ടോ. സ്പിന്നറൊക്കെ കണ്ടില്ലേ. ഒരു 3-4 വീക്കൊക്കെ മേ ബി ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ചെയ്യാൻ കേട്ടോ. ഇത് ഹോട്ട് പിക്കോ ട്രെൻഡിങ്ങോ മറ്റോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറം. കാണാൻ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര ചെറുതായിട്ട് കുഞ്ഞി സിറം. അപ്പോൾ ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ടുള്ളത് 2 ആണ് കേട്ടോ. നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. പാക്ക് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു, അതും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഭയങ്കര ചെറുതാണ് കേട്ടോ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എത്ര ml ഓഫ് പ്രൊഡക്റ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇവർ എഴുതിയിട്ടുള്ളത് 149 രൂപയാണ്. 10 ഗ്രാം ഓഫ് പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. ആകെപ്പാടെ 1-2 പ്രാവശ്യം സൺസ്ക്രീൻ ഇട്ട് നോക്കാൻ പറ്റുന്ന അത്രയും പ്രൊഡക്ട്സേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരുന്ന് പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. റെനിയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. റെനിയുടെ നമ്മുടെ പോൾ മിനിമൈസിങ് SPF കണ്ടന്റ് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. SPF 70 ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ 3% മൾട്ടി വൈറ്റമിൻസ്, 2% പെപ്റ്റൈഡ്സ് ആൻഡ് നിയാസിനമൈഡ്. സോ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്ക് കണ്ടപ്പോഴേ എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. ഇപ്പം സൺസ്ക്രീൻ അത്യാവശ്യം വലുപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ചതിച്ചു.
കണ്ടില്ലേ, ഭയങ്കര ചെറിയ സൺസ്ക്രീൻ. പിന്നെ എന്തിനാണാവോ ഇത്രയും വലിയൊരു പാക്ക് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റെനിയുടെ 70 SPF ഫാക്ടർ അത്യാവശ്യം നല്ല രീതിക്ക് കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ 140 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രൈ വേർഷൻ ആണ് കേട്ടോ, ട്രയലാണ്. സോ നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചധികം പ്രൊഡക്ട്സ് ഇതേപോലെ ഒരു പാക്കേജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. എനിക്കെന്താണോ സ്മിറ്റനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് റിവ്യൂ ചെയ്യാൻ ഇത്രയും പ്രൊഡക്ട്സ് ഇത്രയും വിലക്കുറവിൽ കിട്ടുമല്ലോ എന്ന് ഉള്ള കാരണമാവാം മേ ബി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ന്യൂ ലോഞ്ചാണ് കേട്ടോ. അക്വാലോജിക്കയുടെ ഇലൂമിനേറ്റിംഗ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ ഭയങ്കര രസമാണ് അല്ലേ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിങ്. പിന്നെ ഇതിൽ വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ ആർബിറ്റിൻ എന്ന് പറയുന്ന അറിയാമല്ലോ, പിഗ്മെൻറ്റേഷനും സൺസ്പോട്ടും അതായത് സ്കാസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇലൂമിനേറ്റ്സ് ആൻഡ് ഹൈഡ്രേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ഷൈനി ലുക്ക് പ്രൊവൈഡ് ചെയ്യും വിത്തൗട്ട് എനി ഗ്രീസി ഫീൽ ഒന്നും ഇല്ലാണ്ട്. പിന്നെ വാട്ടർ ലോക്ക് ടെക്നോളജി, യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വാലോജിക്കയുടെ 2 പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് മോയ്സ്ചറൈസറും വാങ്ങിച്ചു, ട്രെൻഡിങ് പ്രൊഡക്റ്റ്, അതായത് പുതിയ ലോഞ്ച് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അടുത്തത് സൺസ്ക്രീനാണ് വാങ്ങിച്ചത്. അപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡീടാൻ, അതായത് ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഡ്യൂയി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ചെറി ടൊമാറ്റോ ആൻഡ് ഹൈലറോണിക് ആസിഡ്. സോ ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടാൻ റിമൂവ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് അവർ കൂടുതലായിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ളത്. SPF 50+, PAയുടെ കാര്യം Probal+ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നിട്ടുള്ള കാര്യം സ്റ്റോർ ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിന് 199 രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 15 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. സൾഫേറ്റ്സും പാത്തലൈറ്റ്സും പിന്നെ പാരബൻസും പിന്നെ മിനറൽ ഓയിൽസ് ഒന്നും ഇല്ല കേട്ടോ. സോ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഔട്ടർ പാക്കേജിങ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഭയങ്കര കളർഫുള്ളാണ്. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നും. അപ്പോൾ ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് നമ്മുടെ മാമ എർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. സോ ബീട്രൂട്ട് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ടോൺ പ്രൊവൈഡ് ചെയ്യും. 20 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ്. നേരത്തെ 10-15 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് 20 ഗ്രാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ട്രയൽ പോയിന്റ് 1 ആണ്. അക്വാലോജിക്കയുടെ ഒക്കെ 2 ആണ് കേട്ടോ ട്രയൽ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 48 മണിക്കൂറാണ് നമുക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബീട്രൂട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ പ്രൊവൈഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഹൈലറോണിക് ആസിഡ് ഉണ്ട്. സോ നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ ഹൈഡ്രേഷനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിൽ ഫ്രീ ആണ്, ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എന്താണ് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 99 രൂപയാണ്. പക്ഷേ ട്രയൽ പോയിന്റ് 1 ഉള്ളൂ. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഈ സ്മിട്ടനി കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കും. പക്ഷേ ഒന്നല്ലെങ്കിൽ സെയിൽ ഔട്ടായി പോവും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടിട്ട് വേറെ പ്രൊഡക്റ്റിലേക്ക് ഞാൻ തിരിയും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റഫിലിൻ്റെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലെൻസറും ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അല്ല ഫേസ് വാഷൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്. എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ് ട്രയൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നോക്കുന്നത്. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 48 ഹവേഴ്സ് ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കിന്നിനെ കീപ്പ് ചെയ്യും. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവക്കാഡോ ഓയിലുണ്ട്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻസ് ഇ, അതോടൊപ്പം തന്നെ B3 എസെൻഷ്യൽ വൈറ്റമിൻ ആയിട്ടുള്ളത്, പിന്നെ പ്രോ വൈറ്റമിൻ B5. അപ്പോൾ ചെറിയൊരു പാക്കേജാണ്. ഇതും ട്രയൽ പോയിന്റ് 2 ആണ്. പിന്നെ ഈ ഒരു കാർഡ് ജസ്റ്റ് കോംപ്ലിമെൻ്ററി എന്നുള്ള രീതിക്ക് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് QR കോഡൊക്കെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പം നേരെ ഈ ഒരു ആപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒരു വിഷിംഗ് പോലെ അവർ തന്നിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ട്രയൽ പോയിന്റ് 2 ആണ് നമ്മുടെ സെറ്റപ്പിൽ. പിന്നെ നമ്മുടെ പ്ലമ്മിൻ്റെ ഈ ഒരു ഫേസ് സിറം ട്രയൽ പോയിന്റ് 2 ആണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ 1ഉം പിന്നെ നമ്മുടെ റെനിയുടേത് 2ഉം പിന്നെ അക്വാലോജിക്കയുടെ 2ഉം, അതായത് ഓരോന്നിനും ഈച്ച് വണ്ണിൻ്റെ ട്രയൽ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ട്രയൽ പോയിന്റ് 2 ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് മാമ എർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ 1 ആണ്. അപ്പോൾ 12 ട്രയൽ പോയിന്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക പ്രൊഡക്ട്സ് സ്മിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇത് ഓരോന്നും 1 by 1 ആയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ് റിവ്യൂ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്മിട്ടൺ ആപ്പ് പർച്ചേസ് ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങൾ ഒക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു റിവ്യൂവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോസ് അല്ല ആ ഒരു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.